എന്ത് സംഭവിക്കും? ശ്വാസം നിരീക്ഷകനായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് നിങ്ങളുടെ നാഡീവ്യൂഹം ശാന്തമാകും. അഹംഭാവം അയഞ്ഞു പോകും. ശ്വാസത്തിന് എന്ത് വില കൊടുക്കണം? അഹംഭാവം അയഞ്ഞു പോകും. സമയം എന്ന് പറയുന്നത് ഇല്ലാതാകും. സമയം, എന്ത് സമയം? നിങ്ങളുടെ സാന്നിധ്യം, ആ സത്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ഡീപ്പായി പോയി. കൂടുതൽ ഡീപ്പായി മാറും. നിങ്ങൾക്ക് ഒരു കാര്യത്തിനും പണം ആവശ്യമില്ല. എത്ര തവണ പറഞ്ഞാലും നിങ്ങളുടെ ഇന്റൻഷൻ ശരിയല്ല. നിങ്ങൾക്ക് പണമേ ആവശ്യമില്ല. നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യൂ. പണം ആവശ്യമില്ല. വണ്ടിക്കൂലി പോലും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ കാണുന്നില്ല അതിനെ. നിങ്ങൾ കുഴപ്പം സൃഷ്ടിക്കാൻ നോക്കുകയാണ്. നിങ്ങളുടെ ഉദ്ദേശം ഇതല്ല. നിങ്ങൾക്കൊരു പണത്തിന്റെ ആവശ്യമില്ല. ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട്. ആ കോണ്ടാക്ട് ചെയ്യാനുള്ള വാതിൽ നിങ്ങൾ കാണുന്നില്ല. കാരണം എന്താണ്? നിങ്ങളുടെ ഉദ്ദേശം ശരിയല്ല. നിങ്ങൾ ചോദ്യം ചോദിച്ച് വേറെ എന്തെങ്കിലും സംസാരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനൊന്നും നടക്കൂല. അത് ചോദിക്കാൻ നിങ്ങൾക്ക് എത്രയോ വേദിയുണ്ട്. അത് ചോദിക്കാതെ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശം? മനസ്സിലായില്ലേ? ആ, ആയിക്കോട്ടെ. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യ്. ഇത്ര ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് മെസ്സേജ് ഇടേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡു യു തിങ്ക്? ഓക്കെ, നിങ്ങൾ ശ്വാസത്തെ നിരീക്ഷിക്കുക. ശ്വാസത്തെ നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നാഡീവ്യൂഹം നിങ്ങളുടെ ശാന്തമാകും. അഹംഭാവം അയയും. സമയം അലിഞ്ഞില്ലാതാകും. നിങ്ങളുടെ സാന്നിധ്യം ആഴപ്പെടും. നിങ്ങളുടെ ഐഡന്റിറ്റി ദുർബലപ്പെടും. ശരീരത്തിനും ദൈവത്തിനും ഇടയിലുള്ള ഏറ്റവും നാരോ ആയിട്ടുള്ള വഴിയാണ് ശ്വാസം. അവിടെ നിങ്ങൾക്ക് ഒരു ബിൽഡിങ്ങിന്റെ ആവശ്യമില്ല. ഒരു ബിൽഡിങ്ങിന്റെ ആവശ്യമില്ല. ഒരു ആചാരത്തിന്റെ ആവശ്യമില്ല. പള്ളികളുടെയോ ചർച്ചുകളുടെയോ ക്ഷേത്രങ്ങളുടെയോ ആവശ്യമില്ല. ഞാൻ അതൊന്നും പോണ്ട എന്നല്ല പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരാചാരത്തിന്റെ ആവശ്യമില്ല. അവിടെ അവബോധം മാത്രമാണുള്ളത്. അവിടെയാണ് അവബോധം. ശരീരത്തിനും ദൈവത്തിനും ഇടയിലുള്ള ഒരു ചെറിയ, ഏറ്റവും ചെറിയ പാത ആണ് ശ്വാസം. അവിടെ നിങ്ങൾക്ക്